മോഹൻലാൽ പൃഥ്വിരാജ് വീണ്ടും ഒന്നിക്കുന്നു. പക്ഷേ ലൂസിഫറിന്റെ മൂന്നാമത്തെ ഭാഗം L3 അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഏകദേശം കൺഫേംഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നു. പക്ഷെ ഒരു കൺഫർമേഷൻ 90% കൺഫർമേഷൻ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് പൃഥ്വിരാജിന്റെ ആദ്യത്തെ ഡയറക്ഷൻ പടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലൂസിഫർ ആയിരുന്നു അക്കാലത്തെ മികച്ച വിജയങ്ങളൊന്നാണ്. അതിനുശേഷം ബ്രോഡാഡി ആണെങ്കിൽ പോലും ഗംഭീരമായിട്ട് OTT-യിൽ ഭയങ്കര ഹിറ്റായ ഒരു സിനിമയാണ്. OTT-യിൽ കൂടുതൽ പ്രേക്ഷകർ കണ്ട സിനിമയാണ്. എമ്പുരാൻ കളക്ഷൻ വൈസ് ഓടിയാണ്, പക്ഷേ പല രീതിയിലുള്ള റെസ്പോൺസ് വന്ന് ഒരുപാട് വിവാദങ്ങൾക്കുണ്ടായ സിനിമയാണ്. അതിനുശേഷം ഡയറക്ഷൻ ഇതുവരെയും ചെയ്തിട്ടില്ല ആര്, നമ്മുടെ പൃഥ്വിരാജ് വാരണാസി എന്ന് പറഞ്ഞ രാജമൗലിയുടെ പടങ്ങളിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഖലീഫയിൽ അഭിനയിക്കുന്നു, ഒരുപാട് ചിത്രങ്ങൾ അഭിനയിക്കാനുണ്ട്. അതിനിടെ ഡയറക്ഷൻ വരുന്നത് ഇപ്പം ലേറ്റസ്റ്റ് റൂമേഴ്സ് അനുസരിച്ച് സ്ട്രോങ് റൂമേഴ്സ് ആണ്. അതായത് ഇന്ദ്രജിത്തും മഞ്ജു വാര്യരും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ കമ്പനി വരുന്നു. നിർമ്മിക്കുന്ന സിനിമയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു, മോഹൻലാൽ നായകനാകുന്നു. അന്നേരം L3 കുറച്ചുകൂടെ ഒക്കെ വൈകുമായിരിക്കാം. പക്ഷെ അതിന് മുമ്പ് ഇത് വമ്പൻ ബഡ്ജറ്റിലാണ് ഒരുക്കുന്നതെന്ന് പറഞ്ഞത്. എന്തായാലും പൃഥ്വിരാജിന്റെ ഒരു മിനിമം രീതിയിൽ ബഡ്ജറ്റ് നല്ലതുപോലെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് ഗംഭീര ഒരു സിനിമയായിരിക്കാം. ഇതിൻ്റെ ഒന്നും തുടർച്ചയല്ല, ലൂസിഫറിൻ്റെ ഒന്നും തുടർച്ചയല്ല. എന്തായാലും ഡയറക്ഷനിൽ എന്തായാലും അത്യാവശ്യം നല്ലപോലെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പൃഥ്വിരാജ്. ഇപ്പോൾ ഒരു സിനിമ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഇപ്പോൾ എമ്പുരാൻ ഏത് രീതിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മികച്ചൊരു ഡയറക്ഷനിൽ മോഹൻലാലിനെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ്. എന്തായാലും വെയിറ്റ് ചെയ്യാം പൃഥ്വിരാജ് മോഹൻലാൽ കോംബോയ്ക്ക് വേണ്ടി.